Subhanallah,
അതെ, അസാധ്യമായതിനെ സാധ്യമാക്കിയ ജേതാവായ സുൽത്താൻ മുഹമ്മദിനെ ഇസ്ലാമിക ലോകം മുഹമ്മദിൽ സ്വാഗതം വാഴ്ത്തിപ്പാടി. ആ ചൈത്രയാത്രയുടെ കഥ നമുക്ക് എന്നും ഒരു ഊർജ്ജമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണീരിൽ ചാലിച്ചെടുത്തൊരു കഥ. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അട്ടക്കളത്തിലെ പടക്കുതിര. അതെ, അട്ടക്കളത്തിലെ പടക്കുതിര. തിരുനാമം മുളിന്തും കൊണ്ടി വീടത്തിൽ അഹ്മദ് നബിയോട് സലാമൂരൈതെ കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലുബൈത്തിൽ. അതിനെതിരെയായി എന്തോ ചിന്താപരമായിട്ടാണ് ഉറക്കമുള്ളത്. എന്തോ പന്തികേട് സംഭവിച്ചിട്ടുള്ളത് പോലെ എന്തോ പ്രതികാരദാഹമാണല്ലോ എല്ലാവരുടെയും സംസാരത്തിൽ പതിഞ്ഞു പോകുന്നത്. എന്താണ് അവിടെ മസ്ജിദ് നബിയുടെ ചിന്തയിലായിരിക്കുന്നത് ജാഫർ നബി ത്വാലിബ് തന്നെയല്ലേ? അതെ, പുണ്യനബിയുടെ എല്ലാമായ അബീ ത്വാലിബിന്റെ പ്രിയപുത്രൻ ജാഫർ, ധീരനും വീരനുമായ അലിയാരി തങ്ങളുടെ പ്രിയ സഹോദരൻ ജാഫർ. കണ്ട റസൂലാണെന്ന് തോന്നിപ്പോകും. അതേ മുഖം, അതേ കണ്ണുകൾ. വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യങ്ങളിൽ ചെന്നാല് അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ ഇച്ചൊരു പൊന്നാരെ അവരെ സുർഹബിൽ കൊന്നാരെ. ആദരമായ ഹബീബിന്റെ വിശുദ്ധ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ ബസ്രയിൽ പ്രചരിപ്പിക്കാനെത്തിയ ഹാരിസ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ചുറപ്പിൽ എന്ന രീതിയിൽ കൊന്നു കളഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഹാരിസ് നമ്മുടെ അടുത്തേക്ക് ഒരിക്കലും തിരിച്ചു വരികയില്ല. ഞാൻ അവനെ കൊന്നുകിട്ടുകയില്ല. അണ്ണ പൊട്ടിയൊഴുകിയിരുന്ന കണ്ണീർ കലങ്ങൾക്കിടയിലൂടെ ജാഫർ ഇബ്നു അബീ ത്വാലിബ് പുല്ലിക്കുട്ടിയെ പോലെ ചിക്കി മദീനയിൽ യുദ്ധകാലം മുഴുവനിരിക്കുകയാണ്. സഹാബത്തിന്റെ രക്തം തിളച്ചു മഴയ്ക്കാണ്. 3000-ഓളം വരുന്ന രണവീരന്മാർ റസൂലുള്ളാഹിന്റെ വാക്കുകൾക്ക് കാതു കൊടുക്കുകയാണ്. എന്താണ് റസൂൽ അവരോട് പറഞ്ഞത്? ലോകം ജയിക്കുവാനെങ്കിലവും രചിച്ചുള്ളോരേ മുന്നിൽ നിന്ന് ജഫറും അബ്ദുള്ള പിന്നിൽ ചേർന്ന് എഴുതിയിലടരടും നിന്നിത ചെന്നിടാൻ ഫിർദൗസിൽ കനിയണം റഹീമായോനെ. ചേലോടെ ദീനിനെ നിർത്തണം ഖദീമായോനെ. സംഭവിച്ചാൽ പിന്നെ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കണം. ഈ ഞാൻ തന്നെ വിശുദ്ധ ദീനിനു വേണ്ടി കാവൽ നിൽക്കാൻ ആരംഭം പോവായ റസൂലിനെ ഏൽപ്പിച്ചല്ലോ. ആനന്ദത്താൽ കൊള്ളുന്നു. എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം. തന്റെ പ്രിയ കവിയോട് യാത്ര ചോദിക്കണം. തന്റെ അസ്മ, അതെ, അവൾ പാവമാണ്. ജീവിതത്തിന്റെ മധുരം നിറഞ്ഞ രാവുകൾ അവൾ ഏതൊന്നും അനുഭവിച്ചിട്ടില്ല. എന്റെ പൊന്നുമോൻ റബ്ബേ, എല്ലാം ഒരു ദിവസപ്രം പോലെ ഇവിടെ അസ്തമിച്ചൊടുക്കുകയാണല്ലോ തമ്പുരാനെ. അവൾക്ക് ഇനി ആരാണ് റബ്ബേ? ഒഴുകുന്ന കണ്ണുകളോടെ നേർന്ന ചിന്തയിൽ ജാഫർ നബി ത്വാലിബ് തോന്നു. വീട്ടിലെത്തിയതറിഞ്ഞില്ല. ഇതെല്ലാം കണ്ടു കേട്ടും അസ്മാ ബീവി വാതിൽ പടിക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവരെ മാറോട് അണിച്ചു പിടിച്ചു. അസ്മാ, മോളെ അസ്മാ, വരട്ടെ മോളെ, വരട്ടെ. നാളെ റബ്ബിന്റെ സുവർഗ്ഗ ലോകത്ത് വെച്ച് നമുക്ക് ഒരുമിച്ചുകൂടാം. ആ 4 നയനങ്ങളും നയാകിര വെള്ളച്ചാട്ടം പോലെ നിറഞ്ഞൊഴുകി. കണ്ണുനീർ തുള്ളികൾ തുടച്ചുകൊണ്ട് തന്റെ പടക്കുതിരയുടെ മുകളിലേക്ക് ചാടി കയറാൻ ഒരുങ്ങുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി, ഉപ്പാ. അതെ, മനസ്സിൽ പാല് കയറി തന്റെ പിഞ്ചോമനെ വാരിപ്പുറന്ന് ഒരു നിമിഷം അങ്ങനെ നിൽക്കുമ്പോൾ തന്റെ പടവാളിന്റെ കൈ കൊടുത്തുകൊണ്ട് ആ ധീരവനിത പറയുകയാണ്, പടച്ചോൻ വിളിക്കുന്നു
അല്ലാ പെയ്യോനെന്നോതിയേ അമ്പമ്പോ അമ്പുകൾ ചീറി വന്നിട്ട് കൊമ്പരനെ പിളർത്തിയേ കാവാലികെട്ട് വെച്ചിട്ടുകൊണ്ട് മാനവരുടെ വലതു കൈ മറ്റു വീണു. സുബ്ഹാനല്ലാഹ്. അല്പം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ഇടതുകൈ അറ്റുതൂങ്ങി. ഇല്ല, എന്റെ വലതു കൈ വെട്ടിയിട്ട് എന്റെ ഇടതു കൈ മുറിച്ചിട്ട് എന്റെ റസൂലുള്ളാഹിന്റെ പതാകയെ നീലത്തിട്ട് ചവിട്ടുവാൻ ഒരു നീക്കാലിയും ഞാൻ നൽകുന്നില്ല. എന്റെ പകുതി ചേർക്കപ്പെട്ട് രക്തമുറ്റുന്ന കൈതണ്ടകൾക്കിടയിലൂടെ വിശുദ്ധ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ വീരശൂര യോദ്ധാവ് സൈന്യം കൊണ്ടു. ശത്രുക്കൾ അദ്ദേഹത്തെ കടിച്ചു കളഞ്ഞു. ഇതിനിടയിൽ ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള ശത്രുവിൽ ആ വീരശൂര യോദ്ധാവിന്റെ മാറിടം നെടുക്കം പിളർത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വലയങ്ങൾ എല്ലാവരും ആ സ്വർഗ്ഗലോകത്തേക്ക് പറന്നുപോയി. 90 മുറിവുകളുണ്ടായിട്ടും കൈ രണ്ടും മറ്റു വീണിട്ടും തന്റെ സ്വപ്നങ്ങളെല്ലാം നാളേക്ക് മാറ്റിവെച്ച് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ആ ധീര യോദ്ധാവിനെ ആർക്കാണ് മറക്കാനാവുക? മരണം പവിച്ചല്ലോ ഈശാബാബാ പൂർണ്ണി രണ്ടും തുടച്ചു അപ്പോൾ ഉമ്മ മനം പൊട്ടി കരഞ്ഞുകൊണ്ട് ഉരുകി വിലപിച്ചു ഇനിയാരുണ്ട് കനിയാം പ്രിയമകൻ അനാഥനായി കരയാൻ നീ കണ്ണിൽ നിലച്ചു പോയി മനസങ്കടം തീർക്കാൻ ഇനിയാരുണ്ട് കണ്ണും വിശാലത്താൽ മുഴുകിവിണ്ട് മൂത്തതിന്റെ പടക്കളത്തിൽ തന്റെ ചെഞ്ചോരയെ കുതിർപ്പിച്ച ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊടികൾക്ക് അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു കഥാപ്രസംഗത്തിന് ഇവിടെ വിരാമം കൊടുക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. സഹോദരരെ, ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കും. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചെങ്കൽക്കോട്ടയ്ക്ക് മുകളിലെ സിംഹഗർജനം. അതെ, ചെങ്കൽക്കോട്ടയ്ക്ക് മുകളിലെ സിംഹഗർജനം.
അറുത്തിടണം. കാര്യം അറിഞ്ഞിടെ വിറച്ചിടുന്നേ, നാമം പുലർത്താനായി പുറപ്പെടുന്നേ. പ്രിയം നിറഞ്ഞ ഫൈറൂസ് തയ്യബിക്ക് മദീനയിൽ നിന്നും മുഹമ്മദ് നബി എഴുതുന്നത്, എന്തെന്നാൽ അങ്ങനെ ഞാൻ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. കത്ത് വായിച്ചു കഴിഞ്ഞതും ഫൈറൂസ് തയ്യബിയുടെ ആത്മനാളങ്ങളിൽ 1000 അഗ്നിജാലകൾ പണം വിടർത്തി. സുബ്ഹാനല്ലാഹ്, യമനിന്റെ മണ്ണിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ വികലമാക്കാൻ ശ്രമിക്കുന്ന ക്രൂരതയുടെ പര്യായം അസ്വദുൽ അൻസി എന്ന മികച്ച രാജാവിനെ വധിച്ചു കളയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് കത്തിന്റെ ഉള്ളടക്കം. അത് എനിക്കതിന് സാധിക്കുമോ? അസ്വദിന്റെ പരിവാരങ്ങളെ തകർത്തു കളയാൻ ഈ പാവം ഫൈറൂസിന് ശക്തിയുണ്ടോ? കഴിയണം ഫൈറൂസ്, അല്ലെങ്കിൽ താങ്കൾ എന്തിനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കണം. ഫൈറൂസ് തയ്യബിയുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് വന്ന ഗർജനം അദ്ദേഹത്തിന് ആത്മധൈര്യം പകർന്നു. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് കയറി കുതിക്കുകയാണ്. ആരംഭവിരും കട്ടിതയിലവിയടുത്ത് കേട്ടപാടെ മനസ്സുമായി കുതിച്ചാനെ. അസ്വദിൻ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മികവിനായി കുതിച്ചാനെ. കൽവിൽ പൊലിഞ്ഞ മോഹം, ഉള്ളിൽ വിരിഞ്ഞ ദാഹം. കൽവിൽ പൊലിഞ്ഞ മോഹം, ഉള്ളിൽ വിരിഞ്ഞ ദാഹം. സബകൾ എത്തിടാലി അത്ഫൽ ഇസ്ലാഹി തേടുന്നു റബ്ബിനൽ റഹ്മാന. സബകൾ എത്തിടാലി അത്ഫൽ ഇസ്ലാഹി തേടുന്നു റബ്ബിനൽ റഹ്മാന. തിങ്ങി നിൽക്കുന്ന ഈന്തപ്പഴത്തോട്ടങ്ങളെയും ഉയർന്നു നിൽക്കുന്ന മണൽക്കൂനകളെയും പിന്നിലാക്കിക്കൊണ്ട് ഫൈറൂസ് തയ്യബി കുതിക്കുകയാണ്. ശരവേഗത്തിൽ നമ്മുടെ കഥാനായകൻ അസ്വദിന്റെ കോട്ടയ്ക്ക് മുന്നിലെത്തി. ആരെയും അത്ഭുതപ്പെടുത്തുന്ന അമ്പരച്ചുംബി, ആർക്കും വേദിക്കാനാവാത്ത ചെങ്കൽ കൊട്ടാരം. മുന്നിൽ സുരക്ഷാ വലയം തീർത്തുകൊണ്ട് ഉലാത്തുകയാണ് ശക്തരായ പാറാവുകാർ. ഇല്ല, ഈ സുരക്ഷാ വലയം തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. രാത്രിയാവട്ടെ, ഫൈറൂസ് കാത്തിരിക്കുകയാണ്. ഇരുളിൻ പടർപ്പുമാകെ പടക്കവേ, ഇരുളിൻ പടപ്പുമാകെ പറക്കവേ, തുടരെ ദൈലമയോടിയടുക്കവേ, ചടിയടുത്തിട കുത്ത് കൊടുത്തിട, ചടിയടുത്തിട കുത്ത് കൊടുത്തിട, പടിഞ്ഞാറേ ചക്രവാള സീമയിൽ എന്തോ സൂര്യൻ മെല്ലെ അസ്തമിച്ചു തുടങ്ങി. പള്ളിമിനാരങ്ങളിൽ നിന്നും മഗ്‌രിബിന്റെ വാങ്കുലി ഉയർന്നപ്പോൾ ഫൈറൂസ് തയ്യബിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഇരു കൈകളും നാഥനിലേക്ക് നീട്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. നാഥാ, നിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. നീ സഹായം ചെയ്യണേ നാഥാ. ഇരുട്ടിന്റെ കാർക്കൂന്തൽ ഭൂമിയിലേക്ക് അടർന്നു വീണു. ഇരു തലമൂർച്ചയുള്ള കഠാരകൾ കയ്യിലെത്തി. ഫൈറൂസ് തയ്യബി കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചതും ഗാഢനിദ്രയിലാണ്ട ഇസ്ലാമിന്റെ ശത്രുവിനെ കണ്ടപ്പോൾ തന്റെ കഠാര അസ്വദിന്റെ ശിരസിലേക്ക് ആഞ്ഞുകുത്തി. തെറിച്ചു വീണ ശിരസിൽ കുന്തത്തിൽ കയറ്റി കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കയറി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തക്ബീർ ധ്വനികൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. താഴെ നിന്ന പാറാവുകാർ സ്തംഭിച്ചു പോയി. ഇല്ല, ഇനി രക്ഷയില്ല, കീഴടങ്ങുക തന്നെ. പാടാം യമനിൻ മണ്ണിൽ ദീനിൻ പുകള്, പാടിടാം ജനന സ്വരത്തിൽ ഫത്ഹിൻ ദിനമില്. പരമ നിറഞ്ഞൊരു സൈദര, ദൈലമി എന്നൊരു നായകര, യമനിൻ മണ്ണിൽ ഉശിരോടെ, കൽബിൽ നിറയും പൊലിവോടെ. അലത്തിലല്ല അനുഗ്രഹത്താൽ യമനിന്നേകിയ നിഅമത്ത്, അലത്തിലല്ല അനുഗ്രഹത്താൽ യമനിന്നേകിയ നിഅമത്ത്. ഇതോടെ ഈ ചരിത്ര കഥാപ്രസംഗത്തിന് തിരശ്ശീല വീഴുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരരെ, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ നാടിനെ അടക്കി ഭരിച്ച വെള്ളക്കാർക്കെതിരെ ജീവൻ സമർപ്പിച്ച് പണം നയിച്ച നമ്മുടെ വെള്ളിപ്പയുടെ കഥയാണിത്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വാരിയെടുക്കുന്നൻ. അതെ, മലയാള രാജ്യത്തിന്റെ മാപ്പിള സുൽത്താൻ. സർവനാഥരകിലോടെ ഞങ്ങൾ പാടുന്നേ, വിസ്മയും സദാ സലാമും അങ്ങുമേകുന്നേ.
വീരനാം പരജേത വാരിയൻ കുന്നന്റെ ചരിതം ഏറ്റമേറുന്നേ വാനലോകം വാഴ്ത്തിടുന്ന കഥകളൂറുന്നേ. 1775 ഒരു ഏറനാട്ടുകാരെല്ലാം വളരെ കൗതുകത്തിലാണ്. പ്രശസ്തരായ ചക്കിപ്പറമ്പത്ത് തറവാട്ടിലേക്കാണ് എല്ലാവരും ഓടിച്ചിരുന്നത്. എങ്ങോട്ടാ പോകുന്നത്? എന്താണ് ഇത്ര കൗതുകം? അറിയില്ലേ? ചക്കിപ്പറമ്പത്തിലുള്ളവർ മൊയ്തീൻകുട്ടി ഹാജിക്കും കുഞ്ഞാശിക്കും ഒരു കുഞ്ഞു വിളഞ്ഞിരിക്കുന്നു. ചുറുക്കുള്ള കുഞ്ഞിനെ കാണാൻ നാട്ടുകാരെല്ലാവരും വന്നു. പ്രിയപ്പെട്ടവർ അവനെ കുഞ്ഞഹമ്മദേ എന്ന് വിളിച്ചു. ഉപ്പയെ കൃഷിയിൽ സഹായിച്ചു. പഠനത്തിലും ആയോധന കലയിലും ഒരുപോലെ മികവ് പ്രകടിപ്പിച്ചു. ചുറുക്കുള്ള യുവാവായി വളർന്ന കുഞ്ഞഹമ്മദിന്റെ മനസ്സിൽ ബ്രിട്ടീഷുകാരോട് അടങ്ങാത്ത പകയായിരുന്നു. അതിന് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. എന്താണല്ലേ? നിമിഷം കേട്ടിടുന്നേ നേരകം പൊന്നുപാപ്പ പോയതെന്ന് വെള്ളയാളിൻ ക്രൂരകം പൊന്നുപാപ്പ പോയതെന്ന് വെള്ളയാളിൻ ക്രൂരകം ചാരത്ത് നിറമറതരുത് തീരത്ത് അടിപിടി തടുത് ദേഹത്ത് കടിയിടി പൊടിയും പുലരൊളി പതിയാൻ ചാരത്ത് നിറമറതരുത് തീരത്ത് അടിപിടി തടുത് ദേഹത്ത് കടിയിടി പൊടിയും പുലരൊളി പതിയാൻ പടകടമേറ്റിലും പടവുകളേറ്റിലും പകപരമൂറ്റത്തിൽ പകലുകളാഴത്തിൽ പടകളമേറ്റിലും പടവുകളേറ്റിലും പകപരമൂറ്റത്തിൽ പകലുകളാഴത്തിൽ. ഹജ്ജ് കഴിഞ്ഞിട്ട് രാവിലെ വെക്കാൻ സാധിച്ചത് തന്നെ പ്രിയപ്പെട്ട ഉപ്പയെ അങ്കമാലിലേക്ക് നാട് കടത്തിയിരിക്കുന്നു എന്നാണ്. ധീരനായ കുഞ്ഞഹമ്മദിന്റെ പ്രതികരണം കഴിഞ്ഞ വെള്ളക്കാർ സ്വന്തം നാടായ നെല്ലിക്കുന്നിലേക്കുള്ള പ്രവേശനം കൂടി വിലക്കി വ്യാജ കേസുകളുണ്ടാക്കി കുഞ്ഞഹമ്മദിനെ ജയിലിലിറക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുഞ്ഞഹമ്മദിന്റെ മനസ്സിൽ വെള്ളക്കാരെന്ന തീവ്രമായ വെറുപ്പ് ആളിക്കത്തി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു. അക്രമങ്ങളെയും പ്രതിരോധത്തിന്റെ ഈ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ കുഞ്ഞഹമ്മദാജിയുടെ ജീവിതത്തിലേക്ക് സുന്ദരിയും സുശീലയും ആരും ധീരയുമായ വാളുവച്ചുമ പ്രിയ പത്നിയായി കടന്നു വന്നു. വെള്ളക്കാരന്റെ തീ തുപ്പുന്ന തുപ്പാക്കികൾക്ക് മുന്നിൽ ലജ്ജ പിടിച്ചു നിൽക്കാൻ പ്രിയതം അദ്ദേഹത്തിന് സദാ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയിരിക്കെ 1920 കുഞ്ഞഹമ്മദാജിയുടെ ജീവിതത്തിലേക്ക് പുതിയ വഴിത്തിരിവായി ആ വാർത്ത വന്നു. എന്താണ് ആ വാർത്ത? സത്യത്തിൻ പാതയുറച്ചൊരു മമ്പൂറും ശത്രുവിൻ കോട്ടയായി ഉടനാം വിളിപ്പിടലായി ജയമേറും ഹർബിലായി പടമുന്നണി നീട്ടി വരച്ചൊരു കൗമിന്റെ നേതൃനിരത്തിടലായി സത്യത്തിൻ പാതയുറച്ചൊരു മമ്പൂറും ശത്രുവിൻ കോട്ടയായി ഉടനാം വിളിപ്പിടലായി ജയമേറും ഹർബിലായി പടമുന്നണി നീട്ടി വരച്ചൊരു കൗമിന്റെ നേതൃനിരത്തിടലായി. അതെ, മുമ്പത്തെ കിഴക്കേ പള്ളി ആയുധം ശേഖരിച്ചെന്നാരോപിച്ച് ബ്രിട്ടീഷുകാർ പള്ളി വളർന്നു. ആ കാവലുകാർ പള്ളിയിലേക്ക് പൂട്ടിട്ട് കയറി. പള്ളി തകർക്കപ്പെട്ടു എന്ന വ്യാജ വാർത്ത കൂടി പരന്നതോടെ ക്ഷുഭിതരായ മാപ്പിളമാർ പോർക്കളത്തിലേക്ക് കുതിച്ചു പറഞ്ഞു. മാപ്പിളയുടെ വണ്ടി വാളുകളും ബ്രിട്ടീഷുകാരുടെ അങ്ങനെ ആലിമുസ്ലിയാരുടെ കീഴിൽ നിർമ്മിച്ചെടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ സമാന്തര ഭരണം വെറും 10 ദിവസമാണ് ആലിമുസ്ലിയാർ നയിച്ചതെങ്കിൽ പിന്നീട് അങ്ങോട്ട് വാഴിയെടുക്കുന്നത് കുഞ്ഞഹമ്മദാജിയുടെ തേരോട്ടമായിരുന്നു. ഏറനാട്, കൊള്ളുവനാട്, കോഴിക്കോട്, പൊന്നാനി എന്നിങ്ങനെ 4 പ്രദേശങ്ങൾ തിരിച്ച് 234 ഭരണ പ്രദേശങ്ങളിലായി സുൽത്താൻ വാഴിയെടുക്കുന്നതിന്റെ മലയാള രാജ്യം ലോകമകിലെ മടക്കി ഭരിച്ച വെള്ളക്കാരെ ഒരച്ച വരയിൽ നിർത്താൻ പ്രാപ്തരായ സിവിലിയൻ ബറ്റാലിയനെ പറിച്ചെടുത്തു. സുൽത്താൻ വെള്ളക്കാരന്റെ ഷൂനക്കിയ ചേക്കുട്ടി സാഹിബ് ഒറ്റുകാരന്റെ ആ കുത്തെടുത്ത തല ഉയർത്തിപ്പിടിച്ച് അന്നും ഇന്നുമുള്ള രാജ്യത്തിന്റെ ഒറ്റുകാർക്കെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചു. വാഴിയിരിക്കുന്നത് കുഞ്ഞഹമ്മദാജി. വാഴിയെ കൊണ്ട് പൊറുതി കുട്ടിയ വെള്ളക്കാർ വിദ്യാഭ്യാസങ്ങളെ വീട്ടാൻ പിന്നിൽ നിന്ന് കുത്തുകയല്ലാതെ മറ്റെന്ത് തന്ത്രമാണുള്ളത്? അവർ അത് തന്നെ ചോരയൂട്ടി പൂതി പൂത്ത ക്രൂരകാരം നീ
നിരത്തി ചേതമറ്റ ദേഹമാക്കാൻ ആഗ്രഹത്താൽ വിരട്ടി ചോരയൂറ്റി പൂതി പൂത്ത ക്രൂരകാരം നിരത്തി ചേതമറ്റ ദേഹമാക്കാൻ ആഗ്രഹത്താൽ വിരട്ടി ഹായിനിന്റെ പ്രതികാരം കേട്ടിടുന്നേ താഴ്വാരം വീണിടുന്നേ ചതിയേറ്റം ചൊല്ലിടുന്നേ ദിക്കറൂറ്റം. ബ്രിട്ടീഷുകാരും ചെറുതൊരുക്കിയ ചതിപ്രയോഗങ്ങളെ വാലിയൻ കുന്നത്ത് കുഞ്ഞാമതാജിയെ അവർ കീഴ്പ്പെടുത്തി മാപ്പെടുത്തി തന്നാൽ മക്കയിലെ കൊണ്ടുപോകാം എന്ന വാഗ്ദാനങ്ങളുടെ ഇസ്ലാമിന് മുമ്പിൽ മാപ്പിള സുൽത്താൻ അലറി. മക്ക നമുക്കിഷ്ടാണ് പക്ഷെങ്കിൽ അന്ന പോറ്റി സൈതാൻ പറഞ്ഞ് ഈ നാളത്തെ കുറച്ച് അപ്പുറത്തേക്ക് മയ്യത്താവാൻ ഈ കുഞ്ഞേനെ കിട്ടില്ല. മാപ്പിള നാടിനൊറ്റ കൊടുക്കുന്നതിന് സുൽത്താൻ തിരഞ്ഞെടുത്തത് പിറന്ന മണ്ണിനായിരുന്നു. വാലിയൻ കുന്നനെ മരണം വിളിച്ചു. ആത്മബാധികൾ ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞു, ഹേ മിസ്റ്റർ, if you oppose, we will let you free. മാപ്പിള നാടിനൊറ്റ കിട്ടുന്ന പിച്ച അയച്ചതും എനിക്ക് വേണ്ട. നിങ്ങൾക്ക് എന്നെ കൊല്ലാം. കണ്ണുകെട്ടി പിന്നിലെന്ന് ഇവിടെ വെച്ചില്ല. കണ്ണിന്റെ കെട്ടഴിച്ച് കാഞ്ചി വലിച്ച് നിങ്ങൾ ഉതിർക്കുന്ന വടിയുണ്ടകളെ ഇട്ടേച്ചു വാങ്ങി കാലിമ ചൊല്ലി മരിക്കണം. ഞാൻ പിറന്നു വീണ എന്റെ മണ്ണിൽ ഈ കലിഞ്ഞു ചേരണം. ഞാനില്ല മലപ്പുറം കോട്ടയിൽ കുട്ടിന്റെ പടിഞ്ഞാറേ രണ്ടറക്കത്തിൽ നിസ്കരിച്ച് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. സുൽത്താൻ വാലിയൻ ഉള്ളക്കാരന്റെ വടിയുണ്ടകളെ വിശുദ്ധ കലിമുച്ചരിച്ച് ലോകത്തോട് വിട പറഞ്ഞു. ഇഹം വിട്ടിടും പരജേത ഇര പുൽകിയ നിറധീര ഇരുൾ മുറ്റിയ പുതുലോക ഇതാ കേട്ടിടൂ തിരുനേത നല്ല സ്വലവാത്തും നല്ല സലാമും തീർത്തു ഞങ്ങൾ പാടിടുന്നേ. നല്ല സ്വലവാത്തും നല്ല സലാമും തീർത്തു ഞങ്ങൾ പാടിടുന്നേ. സുൽത്താൻ വാലിയൻ കുന്നന്റെ വീരചരിത്രം ഞങ്ങളിവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.